ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേരളത്തിലെ നദികൾ അവയുടെ പ്രാചീന നാമങ്ങൾ ആ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ചെറിയ കോഡൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രാചീന നാമങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ. ജീവരേഖ എന്ന് പറയുമ്പോൾ ഇല്ലേ, ജീവൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പെരിയ കാര്യമാണല്ലേ, വലിയ കാര്യമാണ്. ജീവൻ എന്ന് പറയുന്നത് പെരിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വലിയ കാര്യമാണ്, അങ്ങനെ നടക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ജീവരേഖ പെരിയാറെന്ന് കിട്ടും. നെക്സ്റ്റ് ചൂർണി പെരിയാറാണ്. അപ്പോൾ നമ്മൾ ഈ ചൂർണം എന്നൊക്കെ കേട്ടില്ലേ, ചൂർണം. അപ്പോൾ ഈ ചൂർണമൊക്കെ നമ്മുടെ വീട്ടിലെ ഈ പെരിയ ആൾക്കാരില്ലേ, വലിയ ആൾക്കാരാണ് അതൊക്കെ പറയുന്നത്. ചൂർണം കഴിക്കും, എന്തെങ്കിലും ഒരു ചൂർണമൊക്കെ കഴിക്കാൻ പറയുന്നത് പെരിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ അത് കഴിക്കുന്നത് വീട്ടിലെ വലിയ ആൾക്കാർ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് തലയാർ പാമ്പാറാണ്. അപ്പോൾ തലയും പാമ്പും, അത് പാമ്പിൻ്റെ തല, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ബേപ്പൂർ പുഴ ചാലിയാറാണ്. അപ്പം ബേപ്പൂർ പുഴ ചാലിയാർ എന്ന് പറയുമ്പോൾ ഈ ബാപ്പ അല്ലേ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുട്ടികൾ ആരെങ്കിലും ചെന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ പോകുമ്പോൾ എന്താ പറയുക, മൊത്തം ചെളിയ എന്ന് പറയും അല്ലേ. അപ്പം ബേപ്പൂർ ബാപ്പ അങ്ങനെ എടുക്കുക. എന്നിട്ട് ചാലിയാർ ചെളിയ അങ്ങനെ എന്ന് പറയാം. അപ്പം ബേപ്പൂർ പുഴ ബാപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചെളിയ എന്ന് പറയുന്ന പോലെ ഒന്ന് എടുക്കുക. നെക്സ്റ്റ് കരിമ്പുഴ കടലുണ്ടിപ്പുഴ എങ്ങനെ കണക്ട് ചെയ്യുക? ഈ കടലയുടെ പുറമൊക്കെ എങ്ങനെയാണ്, ഈ കറുത്ത കളറാണ്. അപ്പം കരിയുടെ കളറാണ് കടലയ്ക്ക്, അങ്ങനെ ഒന്ന് ഓർക്കുക. അപ്പം കരിമ്പുഴ കടലുണ്ടിപ്പുഴ എന്ന് കിട്ടും. നെക്സ്റ്റ് ബാരിസ് പമ്പ ഇപ്പോൾ ഈ കള്ളന്മാരൊക്കെ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് കട്ടുകൊണ്ടൊക്കെ പോയിട്ട് അവർ വാരിക്കൊണ്ട് ഒരു പമ്പ കിടക്കും അല്ലേ, പെട്ടെന്ന് അവർ അവിടുന്ന് അങ്ങ് പമ്പ കിടക്കുമെന്ന് നോക്കുക. അപ്പം കള്ളന്മാർ സ്വർണ്ണമൊക്കെ വാരിയിട്ട് പമ്പ കിടക്കും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ദക്ഷിണ ഭഗീരഥി പമ്പ എങ്ങനെയാണ്? ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഭാഗ്യമൊക്കെ പമ്പ കിടക്കും അല്ലേ. ദക്ഷിണ ഭഗീരഥി പമ്പ, ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഭാഗ്യമൊക്കെ പമ്പ കിടക്കും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് നീള ഭാരതപ്പുഴ എങ്ങനെ കണക്ട് ചെയ്യാം? അതിൻ്റെ നീളമെന്ന് എടുക്കുക. ഭാരതപ്പുഴയിൽ ഭാരം എടുക്കുക. അപ്പം നീളവും ഭാരവും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യില്ല, നീളവും ഭാരവും. നെക്സ്റ്റ് പേരാർ ഭാരതപ്പുഴ എങ്ങനെ കണക്ട് ചെയ്യാം? ഈ ഭാരതപ്പുഴയിൽ ഭാരം തന്നെ എടുക്കുക. അതിൽ പേരാർ ഒരു 6 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഭാരമൊക്കെ പൊക്കാൻ പറ്റും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ 6 പേര് അല്ലേ, 6 പേരുണ്ടെങ്കിൽ ഈ ഭാരമൊക്കെ പൊക്കാൻ പറ്റും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് പയസ്വിനി പുഴ ചന്ദ്രഗിരി പുഴ എങ്ങനെ കണക്ട് ചെയ്യുക? നമ്മൾ ഈ പായസമൊക്കെ ഇലയിലുമൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ അതെങ്ങനെയാണ്, ഈ വട്ടം പോലെ വരില്ല, ഒരു ചന്ദ്രൻ്റെ ആകൃതിയിൽ അതിങ്ങനെ ഒഴുകി വരും. അപ്പോൾ പായസം ഇലയിലൊക്കെ വിളമ്പുമ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു രൂപത്തിൽ വട്ടത്തിൽ അതിങ്ങനെ ഇലയിൽ കിടക്കും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ ചിറ്റ എപ്പോഴും കണ്ണാടി നോക്കുക, അല്ലെങ്കിൽ കണ്ണാടിയിൽ എപ്പോഴും ചിറ്റ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ, ചിറ്റ കണ്ണാടിയിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് മഞ്ഞനദി കുറ്റ്യാടിപ്പുഴ എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ പല്ലൊന്നും തേച്ചില്ലേ, നമ്മുടെ പല്ല് മഞ്ഞ കളറായിരിക്കും അല്ലേ, പല്ല് തേച്ചില്ലെങ്കിൽ പല്ല് മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഈ മഞ്ഞ കളർ വന്നുമ്പോൾ എന്ത് ചെയ്യും, ഈ പല്ല് പെട്ടെന്ന് അതിൻ്റെ കുറ്റിയൊക്കെ ആടി കൊഴിഞ്ഞു പോകും. അപ്പോൾ മഞ്ഞ കളറിലെ പല്ല് തേക്കാന്നാൽ പല്ല് എന്താവും, മഞ്ഞ കളറാവും. അപ്പോൾ മഞ്ഞ കളറായ ഇതിൻ്റെ കുറ്റിയൊക്കെ പെട്ടെന്ന് ആടി ഇത് കൊഴിഞ്ഞു പോകും, അങ്ങനെ ഒന്ന്. അപ്പോൾ മഞ്ഞനദി കുറ്റ്യാടിപ്പുഴ, മഞ്ഞപ്പല്ല് കുറ്റ്യാടി അത് കൊഴിഞ്ഞു പോകുന്നു, അങ്ങനെ കണക്ട് ചെയ്യുക. നെക്സ്റ്റ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക്